മുസ്ലിം ലീഗ് ഒരു കാലത്ത് വലിയ പ്രഭാവത്തോടുകൂടി ഇന്ത്യയുടെ പല ഭാഗമൊക്കെ ഭരിച്ചിരുന്നു. അവരുടെ ഷഹീദ് സുഹ്രവർദി മറ്റേ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു. അസമിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. യു പിയിൽ തന്നെ 1937 സർക്കാരിൽ ഭാഗവാക്കായിരുന്നു. അപ്പോൾ പിന്നെ അതുമായിട്ട് മറ്റേ സഖ്യത്തിലേർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ആസാദുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടന്നിരുന്നതാണ്. പക്ഷേ 78 കൊല്ലത്തിന് ശേഷം മുസ്ലിം ലീഗിന് ആദ്യമായി തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു ഓഫീസ് തുറന്നു. പക്ഷേ ആ ഓഫീസിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രക്കലയൊക്കെയുള്ള കൊടിക്ക് പകരം അവരുടെ ചിഹ്നം ഏണി അത് ആലേഖനം ചെയ്ത കൊടിയാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ മുമ്പ് മറ്റേ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഒക്കെ വയനാട്ടിൽ വന്ന സമയത്ത്, പ്രിയങ്ക വന്നപ്പോൾ പ്രത്യേകിച്ച് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ മറ്റേ റാലിയുടെയൊക്കെ സമയത്ത് മുസ്ലിം ലീഗ് കൊടി വന്നപ്പോൾ പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്നുള്ള പ്രചാരണം വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കാരണമായിരിക്കുമോ ഈ ഏണിക്കൊടി വെക്കേണ്ടി വന്നത്? തീർച്ചയായിരിക്കും സാർ. ഇതെനിക്ക് തോന്നുന്നു ആത്മാഭിമാനം അങ്ങേയറ്റം പണയം വെച്ചുകൊണ്ടുള്ള ഒരു കീഴടങ്ങലായി ആയിരിക്കും ലീഗിനിത്. കാരണം ഒന്നാമത്തെ കാര്യം, ലീഗ് ആദ്യത്തെ ചോദ്യം, ഇത്രയും കാലം ഇല്ലാത്ത ഒരു കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഡൽഹിയിൽ എന്തിനാണ്? നോർത്ത് ഇന്ത്യയിൽ ഒരു ചെറിയ അടയാളം പോലും ലീഗിനില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം പോലും, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നല്ലോ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. അത് വലിയ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പാർട്ടി. ഹാരിസ് ബീരാനെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കളില്ലേ ഇപ്പോൾ അവർ ഡൽഹിയിൽ? അതാണ് ഹാരിസ് ബീരാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ നേതാവിൻ്റെ പേര്. ഒരുപക്ഷെ ഡൽഹിയിൽ കിട്ടാനുള്ള ഒരേ ഒരു, ഇവിടുന്ന് പോയി VK ബീരാൻ്റെ മോനായതുകൊണ്ട് അവിടെ എത്തിപ്പെട്ട ഒരു MP ഷിപ്പ്, ഒരു രാജ്യസഭാ സീറ്റ് കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യാനുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് വിട്ടാൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന സാറിന് അറിയാലോ, 1948 മാർച്ച് 10-നാണ്. അത് ഉണ്ടായത് മദ്രാസിലായതുകൊണ്ട് അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയോടും നരേന്ദ്രമോദിയോടൊക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഡൽഹിയിൽ കാലുറപ്പിക്കണം. അവരുടെ ചിന്ത പറയുക. കാരണം വഖഫ് ബില്ല് അതിനെ സംബന്ധിച്ചിട്ടുള്ള കേസിലുമൊക്കെ മുസ്ലിം ലീഗ് കക്ഷിയാണ്. അപ്പോൾ കാരണം BJP ആയിരിക്കുമല്ലോ ഇനി കുറേ കാലത്തേക്ക് ഭരിക്കുക. ഇനി 2 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടും മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫീസിൽ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഒരു 10-25 കൊല്ലം ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? വേണ്ടി വരും. ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ജന്മം എന്ന് പറയില്ലേ. അപ്പോൾ പക്ഷേ എന്താ അപകടം എന്ന് വെച്ചാൽ 2-3 അപകടമുണ്ട് സാർ. ഒന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പതാക പലതരത്തിൽ ചലഞ്ചിങ് ആണ് അവർക്ക് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് നിലനിർത്തണമോ വേണ്ടയോ എന്ന, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ ഇവിടെ ആ ചർച്ച നടന്നു. പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യയിലെ മുസ്ലിം ലീഗും വെവ്വേറെ യോഗം ചേർന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. നമ്മൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി, പാകിസ്ഥാൻ പോയല്ലോ, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടല്ലോ, ഇനി ഇന്ത്യയിൽ ബാക്കിയുള്ള മുസ്ലിം ലീഗുകാർ എന്ത് ചെയ്യണം? അപ്പോൾ 2 അഭിപ്രായം വന്നു. ഒടുവിൽ തീരുമാനമായി, ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ മുസ്ലിം ലീഗായിട്ട് നിലനിർത്തണം. അപ്പോൾ എന്താണ് പേര് ആലോചിച്ചപ്പോൾ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സർവ്വ ഇന്ത്യ ഒന്നായിരുന്ന കാലത്താണ്. ഇത് പുതിയ ഇന്ത്യയാണ്, ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് ലീഗിൻ്റെ പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആക്കി. പക്ഷെ അന്ന് മാറ്റേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൊടിയാണ്. കൊടിയിൽ അന്ന് മാറ്റം വരുത്തിയില്ല. അതിനിപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ഒന്നിപ്പോൾ പാകിസ്ഥാനെ പഴയ പോലെ നമ്മളൊരു സഹോദര രാജ്യമായിട്ട് ഇനിയുള്ള കാലം ഗണിക്കാൻ പറ്റിയ അവസ്ഥയല്ല. പാകിസ്ഥാൻ കടുത്ത ഏത് കാര്യം ഒരു ഭീകരരാജ്യമായി ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ കാലമാണ്. മാത്രമല്ല നമ്മുടെ നിരപരാധികളെ നിരന്തരമായിട്ട് വന്ന് അവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് കൊല്ലിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് മാത്രമല്ല, ആ തീവ്രവാദികൾ മരിക്കുമ്പോൾ അവർക്ക് രാജകീയമായ ബഹുമതിയോടുകൂടി, രാഷ്ട്ര ബഹുമതിയോടുകൂടിയാണ് അവരെ സംസ്കരിക്കുന്നത്. അതുകൊണ്ട് ഭീകരന്മാരെ പോറ്റുന്ന ഒരു നാടായിട്ട് പാകിസ്ഥാൻ അറിയപ്പെടുകയാണ്. ആ പാകിസ്ഥാൻ്റെ കൊടി തന്നെ നമ്മുടെ കൊടിയായി, മുസ്ലിം ലീഗിൻ്റെ കൊടിയായി തീരുന്നത് ചെറിയ കുഴപ്പമല്ല. അതുകൊണ്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗ് കൊടിയുയർത്തി കാണിച്ചപ്പോൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് ഇന്ത്യ മുഴുവൻ. അല്ല, നെഹ്റു വംശത്തിന് പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ആ കൊടിയെ പറ്റിയുണ്ട്. കാരണം നെഹ്റു ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേ കാണുന്നുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? ചത്ത കുതിരയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെഹ്റുവിന് അത് എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ കൊടി വലിയൊരു തലവേദനയായി തീർന്നിട്ടുണ്ട്. അവർക്ക് വലിയൊരു ഭാരമാണ്. അവർക്ക് അവരുടെ ഭൂതകാലം ഭാരമായതുപോലെ, ഭൂതകാല ഭാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടി അതിൻ്റെ പാരമ്പര്യം പറയുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പാരമ്പര്യമുള്ള പാർട്ടി ഞങ്ങളാണെന്ന് പറയേണ്ട പാർട്ടിയല്ലേ?
1885 കോൺഗ്രസ് ഉണ്ടായെങ്കിൽ 1906 ഡിസംബർ മാസം 30 തൊട്ട് ഇവരുണ്ടല്ലോ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളും അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് ഇന്ന പഴയ ലീഗ്, ഇത് പുതിയ ലീഗ് എന്ന 48. അങ്ങനെയാണെങ്കിൽ ആ കൊടി വലിയ ബാധ്യതയായി. ഇപ്പോൾ ആപ്പീസ് എന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പോലും ഇന്ത്യയിൽ സാമാന്യേന മിക്കവാറും നോർത്ത് ഇന്ത്യയിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ബോംബെയിലാണ് ബനാത്വാല ഉണ്ടായിരുന്നത്. ബോംബെയിൽ ബനാത്വാല MLA ആയിരുന്നു ആദ്യം, അവിടുന്ന് കൊണ്ടുവന്ന MP ആയിരുന്നല്ലോ. അവിടെ ബഷീർ പട്ടേൽ MLA ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ തന്നെ. മാത്രമല്ല മഹാരാഷ്ട്രയിലെ ബോംബെ കോർപ്പറേഷൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ കാലം പോയി. ബംഗാളിൽ ഹസനുസമാൻ എന്ന വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ, സിദ്ധാർത്ഥ് ശങ്കറയുടെ മന്ത്രിസഭയിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അതുണ്ടായിരുന്നു. ഖമറുൽ ഇസ്ലാം കർണാടകയിലെ MP ആയിരുന്നു, ഓർമ്മയില്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട നാടുകളിലൊക്കെ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ മോശമല്ലാത്ത പ്രാതിനിധ്യം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. വന്ന് അതിപ്പോൾ ഒട്ടും ഇല്ലാതായി. ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ മലബാറിന് പുറത്ത് നാമമാത്രമായി ലീഗ് മാറി. അങ്ങനെ ഒരു കാലത്താണ്. ഇപ്പോൾ മദ്രാസിലായിരുന്നു ഇതുവരെയുള്ള ആസ്ഥാനം. എന്താ കാര്യം, മദ്രാസിൽ രൂപീകരിച്ച പാർട്ടിയാണ്. വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയും ഒക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും DMK കൂടെ നിർത്തുന്നത് കൊണ്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പ്രാതിനിധ്യം MLA MP ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഡൽഹിയിൽ ഇപ്പോൾ ഒരു ആഫീസ് എന്ന ചോദ്യത്തിന് വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2, അങ്ങനെ ഒരു ആഫീസിൻ്റെ മുമ്പിൽ സ്വന്തം കൊടി ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി എന്ന ചോദ്യമുണ്ട്. ഇവർക്ക് കോൺഗ്രസിനെ മാത്രമല്ല സാർ പേടി, കോൺഗ്രസിനെ മാത്രമല്ല പുതിയ കാലഘട്ടം മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നിർദ്ദേശം നമുക്ക് വെക്കാൻ തോന്നുന്നത്, മുമ്പ് ചുമന്ന നിറത്തിൽ മാത്രമാണ് ഈ അരിവാൾ ചുറ്റിക, നക്ഷത്രം, കൊടി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് CPM-ന്റെ. ഇപ്പൊ ഇത് പലതരം നിറങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. ചുവപ്പിൽ മാത്രമല്ല, പല കളറിലും പല കളറിൽ ഇപ്പോൾ വരയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഈ കൊടിയുടെ നിറം മാറ്റി ആ ചിഹ്നമൊക്കെ ഒന്ന് മാറ്റിക്കൂടാ? മുസ്ലിം ലീഗ് ആരോടും പറഞ്ഞില്ലെങ്കിലും ഗതികേട് കൊണ്ടാണ്. വലിയ ക്രൈസിസ് ഉണ്ട്, അത് ശരിയാണ്. പാകിസ്ഥാൻ വാദം ഇവരുടെ ഭൂതകാലത്തെ വേട്ടയാടുന്നത് പോലെ. തീർച്ചയായിട്ടും പറയുമല്ലോ, നിങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയവരല്ലേ, നിങ്ങൾ ഇന്ത്യയെ വെട്ടിമുറിച്ചവരല്ലേ, നിങ്ങൾ വിഭജനത്തിൻ്റെ കൂട്ടക്കൊല ഉണ്ടാക്കിയവരല്ലേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമല്ല എന്ന് പറയാനാണ് 48 ഇവരുടെ ജന്മദിനമായിട്ട് കണക്കാക്കുന്നത്. 48 മാർച്ച് 10 മദ്രാസ്, അഖിലേന്ത്യാ ആസ്ഥാനവും മദ്രാസ് തന്നെ. അത് വന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു ആഫീസ് വേണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പിരിവൊക്കെ നടത്തി. അതിനെക്കുറിച്ച് വലിയ ആരോപണങ്ങളുണ്ട്. KT ജലീലൊക്കെ വഴി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വന്നല്ലോ. പഴയ ചരിത്രമൊക്കെ പറഞ്ഞ് അതിൻ്റെ തുടർച്ചയാണെന്ന് പറയുന്നതല്ലേ നല്ലത്. കാരണം ഹസ്രത്ത് മൊഹാനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഹസ്രത്ത് മൊഹാനി പിന്നീട് ലീഗായി. അതെ, കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ് ഉണ്ടാക്കിയതാണ്. ഈ എന്താണ് സ്വരാജ് പ്രമേയം AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആളൊക്കെ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യമൊന്നും ഇപ്പോൾ ഇവർക്ക് വേണ്ട. ആ പാരമ്പര്യത്തിന്, ഈ പാകിസ്ഥാൻ എന്ന വാദത്തിന് ഇവർക്ക് ഇപ്പോൾ മറുപടി പറയാനുള്ള കെൽപ്പില്ല, താക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പാരമ്പര്യമല്ല, 1906 ലീഗല്ല. പക്ഷേ 1906 കൊടിയാണ്, പാകിസ്ഥാൻ്റെയും കൊടിയാണ്. ആ കൊടി വലിയൊരു വെല്ലുവിളിയാണ്. സ്വന്തം കൊടി ഒരു പാർട്ടിക്ക് വെല്ലുവിളിയാവുന്നു എന്നത് ചരിത്രത്തിലെ ഒരു ചെറിയ സംഭവമല്ല. അതുകൊണ്ട് അത് കുഞ്ഞാലിക്കുട്ടി മാത്രം വിചാരിച്ചാൽ തീർക്കാവുന്ന കാര്യമല്ല. കാരണം ആ കൊടി മാറ്റിയപ്പോൾ പേര് മാറ്റിയിട്ടാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് INL ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ മുസ്ലിം അങ്ങോട്ട് വെട്ടി മാറ്റിയാൽ ഈ പ്രശ്നം പാപം തീരുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാക്കി. അതിനകത്തും ഈ നക്ഷത്രം മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ അയോധ്യ സംഭവത്തിനൊക്കെ ശേഷം അദ്ദേഹം പാകിസ്ഥാനിൽ പോയില്ലേ? ആര്? സേട്ട്. സുലൈമാൻ സേട്ട് പോയി പാകിസ്ഥാനിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തി എന്ന് പറയും പോലെ പാകിസ്ഥാനിൽ പോയിട്ട് എന്തൊരു അപകടം പിടിച്ച അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ അയോധ്യ പ്രശ്നം പറയാൻ പാകിസ്ഥാനിൽ പര്യടനം നടത്തിയിട്ട് എന്താ കാര്യം? അത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പോലെ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉള്ള ഒരു അക്കാലത്തെ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞപ്പോൾ മറ്റേ EMSന്റെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ വന്നിരുന്നു. സേട്ടിനെയും മദനിയും താരതമ്യം ചെയ്തും അവരെയൊക്കെ അനുകൂലിച്ചു ഒരു ലേഖനം വന്നു. സേട്ടിനെ അനുകൂലിച്ചിരുന്നു. അപ്പോൾ അത് പാർട്ടിയിൽ വലിയ വിഷയമായി. എന്നിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് ഹർകിഷൻ സിംഗ് സുർജിത്ത് പരസ്യമായിട്ട് ശാസിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അന്ന് ഈ സേട്ടിനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം EMS നടത്തുന്ന കാര്യം. EMSനെ കുറിച്ച് പറയുന്നത് EMSന്റെ എല്ലാ പ്രസംഗവും ഓരോ വാക്കും ജേർണലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ആയുസിനനുസരിച്ചാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാവുക. നാളെ അത് പ്രസക്തമാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇഷ്യൂ ആയിരുന്നില്ല. അതാണ് അതിന്റെ കാരണം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്താണ്, ലീഗിനിപ്പോൾ കൊടി മാറ്റുക എന്നത് എളുപ്പമാവില്ല. കാരണം അത് INLന്റെ പേര് മാറ്റിയതും INLന്റെ കൊടി മാറ്റിയതും ഒക്കെയായ വിവാദം ഇവർ തന്നെ നാട് മുഴുവൻ ഉന്നയിച്ചതാണ്.
ഇനി അല്ല, കൊടി മാറ്റുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ കൊടി മാറ്റി കഴിഞ്ഞല്ലോ, ഏണി വെച്ചല്ലോ. അത് പക്ഷേ നിയമപരമായിട്ട് ഇപ്പോൾ അവർ പറയുക അത് കൊടി ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ് ലീഗ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരമുണ്ട്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഐഡൻറ്റിറ്റിയിൽ ഈ കൊടിയുണ്ട്, പേരുണ്ട്. ആലോചിച്ച് നോക്കൂ. പക്ഷേ സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് ആ കൊടിയില്ല. അപ്പോൾ ഇതിൻ്റെ നിയമപ്രശ്നം വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വരാവുന്ന ഒരു കാര്യം ഇലക്ഷൻ കാലത്ത് ഇത് വയലേറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ അവരുടെ ഒരു കൊടി വെച്ചാൽ അത് ഇതുപോലെ തന്നെ ഇരിക്കില്ലേ? സെയിം ആയിരിക്കും സാർ. എന്താ വ്യത്യാസമുള്ളത്? അതുകൊണ്ട് അടിയന്തരമായി മുസ്ലിം ലീഗ് ആലോചിക്കേണ്ടതാണ് പുതിയ കാലത്ത്. പക്ഷേ അത് രണ്ട് തരം. ചിലപ്പോൾ ഈ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കൊടി വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എംബസി ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ സങ്കടം അതല്ല സാർ. കൊടി എങ്ങാനും ഇപ്പം ഈ കൊടി മാറ്റം കൊണ്ട് അവർ നേരിടുന്ന രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി, നിങ്ങൾ പാകിസ്ഥാൻ്റെ ബാക്കി പത്രം തന്നെ അല്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയില്ല. ആത്മാർത്ഥമായ വെല്ലുവിളിയാണത്, ഭീഷണിയാണത്. രണ്ടാമത്തെ ഒന്ന്, കോൺഗ്രസ്സിന് വഴങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ എത്ര കാലം? രാഹുൽ ഗാന്ധിക്കെതിരായി അന്ന് ആ വിവാദം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വരുമ്പോഴൊക്കെ മുസ്ലിം ലീഗിൻ്റെ കൊടിയില്ലല്ലോ. കണ്ടോ? ഒറ്റ പ്രകടനത്തിലും ഇല്ല. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പങ്കെടുക്കുന്ന ഒറ്റ യോഗത്തിലും മുസ്ലിം ലീഗിൻ്റെ കൊടി എടുക്കാൻ പാടില്ല എന്ന് നിബന്ധന വെച്ചിരിക്കുക. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ഡൽഹി തുടങ്ങുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരണ്ടേ? അദ്ദേഹത്തിന് ഒരു വലിയ ത്യാഗം സഹിച്ച പാർട്ടിയല്ലേ. പ്രിയങ്ക ഗാന്ധി വരണ്ടേ? സോണിയാഗാന്ധി വരണ്ടേ? വന്നിട്ടില്ല. ഇവരാരും പങ്കെടുത്തില്ല. പ്രിയങ്ക പങ്കെടുക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും വയനാട്ടിൽ നിന്ന് ഇനി അവരല്ലേ. അവരാണല്ലോ ഈ വലിയ 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 പ്രാതിനിധ്യം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേരിട്ട വലിയ ക്രൈസിസാണ്. ലീഗ് നേരിടുന്ന വലിയ ക്രൈസിസാണ്. കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് കീഴടങ്ങുന്നു എന്ന ആക്ഷേപവും അവർക്കുണ്ടാകും. കോൺഗ്രസിൻ്റെ മുമ്പിൽ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കണോ? അങ്ങനെ വരുമ്പോൾ രാജ്യത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻവാദികൾ ഇപ്പോഴും ഇവരങ്ങനെയാണ് എന്ന വാദം ഉയരും. ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൈസിസിലൂടെയാണ് ലീഗ് കടന്നു പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ വെല്ലുവിളിയല്ല. അതിനു മുമ്പിൽ എന്താണ് പരിഹാരമെന്ന് ലീഗ് എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ആലോചിക്കണം. മഹാബുദ്ധിമാന്മാരായ നേതാക്കന്മാരൊന്നും ഇപ്പോൾ ലീഗിന് ആ തരത്തിൽ ആലോചിക്കാൻ ഇല്ലതാനും. ഹാരിസ് ബീരാൻ കണ്ടെത്തുമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ തൽക്കാലം ഹാരിസ് ബീരാൻ്റെ കോർട്ടിലേക്ക് വിടാം. കാരണം വെറുതെ ആവില്ലല്ലോ ഒരു രാജ്യസഭാ അംഗത്വമൊക്കെ കൊടുത്തത്. കാത്തിരിക്കാൻ നിയമപരമായ പരിഹാരം കാണുമായിരിക്കും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.